പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങൾ തകർന്നു വീഴുക, ഒരുപാട് ആഗ്രഹത്തോടെ പണിതുയർത്തിയ ചിലത്, ഉണ്ടാക്കിയെടുത്ത ചിലത്, ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് അധ്വാനിച്ചൊക്കെ സ്വരുക്കൂട്ടിയ ചിലത് തകർന്നു വീഴുക എന്നുള്ളത് ഒരു മനുഷ്യനും സഹിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല. എന്നാൽ തകർന്നു കിടക്കുന്ന സാഹചര്യങ്ങളാകട്ടെ, തകർന്നു കിടക്കുന്ന ജീവിതങ്ങളാകട്ടെ, തകർന്നു കിടക്കുന്ന മാനസികാവസ്ഥകളാകട്ടെ, മനസ്സുകളാകട്ടെ, സകലത്തെയും പണിയുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇനി അതിനെ പണിതെടുക്കുവാനായിട്ട് കഴിയുമോ? ഇനി എനിക്കത് മടക്കി ലഭ്യമാകുമോ? എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകളോടെ മനുഷ്യൻ്റെ ഹൃദയം നീറുമ്പോൾ, അങ്ങനെ കിടക്കുന്ന ചിലതിനെ കണ്ട് മനുഷ്യൻ്റെ ഹൃദയം വല്ലാതെ ഉടഞ്ഞും ഭാരപ്പെട്ടുമായിരിക്കുമ്പോൾ അവന് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അവസ്ഥയെ, ആ സാഹചര്യത്തെ, താൻ കടന്നു പോകുന്ന ആ സാഹചര്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്ന വിഷയത്തിന് ദൈവത്തിങ്കൽ നിന്ന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകലിലും ഒരു ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന്, തകർന്ന ചിലതിനെ പണിതെടുത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. എന്നയുടെ വിത്ത് ജീസസ് യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള ഈ പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നെഹമ്യാ 1-ാമത്തെ അധ്യായം നാം വായിച്ചു വരുമ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം നെഹമ്യാവ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ തൻ്റെ പിതൃദേശത്തിൽ നിന്ന് ഒരുപാട് അകലെ അർത്ഥശിഷ്ട രാജാവിൻ്റെ ശൂഷൻ രാജധാനിയിൽ ഒരു പാനപാത്രവാഹകനായി താൻ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അവിടെ തന്നെ മനസ്സിലാക്കുക, താനിപ്പോൾ ശൂഷൻ രാജധാനിയിൽ തൻ്റെ സ്വന്തം ദേശത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇനി തൻ്റെ ആത്മീയത്തെ ഒന്ന് നാം എടുത്തു പരിശോധിച്ചാൽ തൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ യെരുശലേം ദൈവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തൻ്റെ പിതൃദേശത്തിലെ യെരുശലേം ദൈവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. താൻ ആരാധിക്കുന്നത് സത്യദൈവമായ യഹോവയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഒരുപാട് അകലെ, തൻ്റെ ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന യെരുശലേം ദൈവാലയത്തിൽ നിന്ന് ഒരുപാട് അകലെ താനിപ്പോൾ ആയിരിക്കുമ്പോൾ, ഇതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം കൂടെ നാം എടുത്തു പറയേണ്ടത് അത്യാവശ്യമാണ്. തൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ പിതാക്കന്മാർ സ്വന്തം ദേശത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലായി ചിതറിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് താനിപ്പോൾ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ ഒരു സേവകനായിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ താനിപ്പോൾ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ താൻ ശൂഷൻ രാജധാനിയിലായിരിക്കുമ്പോൾ തൻ്റെ ഹൃദയവും തൻ്റെ മനസ്സും മുഴുവനും യെരുശലേമുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോഴും കിടക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഇരിക്കെ താൻ ഒരിക്കലും കേൾക്കുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു വർത്തമാനം, ഒരു കാര്യം, ഒരു വാർത്ത തൻ്റെ കാതുകളിൽ എത്തുകയാണ്. നെഹമ്യാവ് 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ 3-ാമത്തെ വചനങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് വന്ന ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തൻ്റെ കാതുകളിൽ എത്തുന്നത്. അവിടെ ശേഷിക്കുന്ന ആ മനുഷ്യർ വളരെ കഷ്ടത്തിലായിരിക്കുകയാണ്. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. മാനുഷികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഒരുപാട് തകർന്ന് മുരടിച്ചു കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അവിടെയുണ്ട്. 2-ാമതായി താൻ കേൾക്കുന്ന വാർത്ത, യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, മാത്രമല്ല അതിൻ്റെ വാതിലുകൾ തീവച്ചും അങ്ങനെ ചുട്ടുകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കുന്നു. മൈലുകൾക്കിപ്പുറത്തിരിക്കുന്ന നെഹമ്യാവിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്ന, തൻ്റെ ഹൃദയത്തെ തകർക്കുന്ന ഒരു വാർത്തയാണ് താനിപ്പോൾ കേട്ടിരിക്കുന്നത്. തൻ്റെ പിതൃഭവനവും തൻ്റെ പിതൃദേശവും താൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആലയവുമൊക്കെ, അതിൻ്റെയൊക്കെ അവസ്ഥകൾ കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയം ഒരുപാട് തകർന്നു പോവുകയാണ്. ഒരുപാട് ദൂരത്തിലാണ് താൻ ആയിരിക്കുന്നതെങ്കിലും തൻ്റെ പ്രതീക്ഷകൾ, തൻ്റെ സ്വപ്നങ്ങളെല്ലാം പിതൃഭവനവുമായി ബന്ധപ്പെട്ടതാണ്, യഹൂദയും യെരുശലേമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നിരിക്കെ ഈ കാര്യം താൻ കേൾക്കുമ്പോൾ
തൊട്ടടുത്ത ഭാഗത്തായി നാം കാണുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഒരുപക്ഷെ നിങ്ങളും ഇതുപോലുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഇന്ന് പകലിലും കടന്നു പോകുന്നത്. ഒരുപാട് കണ്ട സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹത്തോടെ നന്നായി വളർത്തിക്കൊണ്ടുവന്ന മക്കൾ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുന്നു. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് പ്രതീക്ഷകളോടെയൊക്കെ ജീവിച്ച കുടുംബം പലതും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ ആരോഗ്യം ക്ഷയിച്ചത് കാരണമായിരിക്കാം. അങ്ങനെയൊക്കെ പല തകർച്ചകളിലൂടെ ഒരുപാട് സ്വപ്നം കണ്ടത്, പ്രതീക്ഷിച്ചതൊക്കെ പ്രതീക്ഷകളറ്റ അവസ്ഥയിൽ, സ്വപ്നങ്ങളെല്ലാം തകർന്ന പൊലിഞ്ഞ അവസ്ഥയിൽ, അങ്ങനെ വളരെ കരച്ചിലിൻ്റെ ഒരു സാഹചര്യത്തിലൂടെ താങ്കൾ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് പകലിൽ ഇപ്രകാരം പറയട്ടെ, ഈ ദിവസങ്ങൾക്കപ്പുറം ഇതിനെ പുതുക്കി പണിയുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയിരിക്കും. നെഹമ്യാവ് ഇപ്പോൾ കേട്ടിരിക്കുന്ന വാർത്ത, യെരൂശലേം ആകെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ, മതിൽ 52 ദിവസം പണിത് എലൂൽ മാസം 25-ാം തീയതി തീർത്തു. യെരൂശലേം ദൈവാലയത്തിൻ്റെ മതിലിൻ്റെ പണി തകർന്നു കിടന്നത്, ഇടിഞ്ഞു കിടന്നത്, ചുട്ടുകരിക്കപ്പെട്ടത്, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരുന്ന ആ സ്ഥാനത്ത് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ, കരഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ തന്നെ വെറും 52 ദിവസം കൊണ്ട് ആ പണികൾ മുഴുവനും തീർക്കുവാൻ ദൈവത്തിൻ്റെ കരം ആ മനുഷ്യനോടൊപ്പം കൂടെയിരുന്നു. എന്താണ് ഈ രണ്ട് സംഭവങ്ങൾക്ക് മധ്യത്തിൽ നടന്നത്? ഈ കരച്ചിലിൻ്റെയും ഈ പണി തീർത്തതിൻ്റെയും, ഈ കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾക്കകത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനും ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. 4-ാമത്തെ വചനത്തിൽ നാം വായിച്ചു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. നെഹമ്യാവ് തൻ്റെ അവസ്ഥയെപ്പറ്റി എഴുതി വച്ചിരിക്കുകയാണ്, മനസ്സ് തകർന്നു പോയ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ആ കരച്ചിലിൽ പലരും നശിക്കപ്പെടുമ്പോൾ, ആ കരച്ചിൽ പലരെയും നശിപ്പിക്കുമ്പോൾ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ദീർഘനാളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുവാൻ നാം അനുവദിക്കരുത്. നാം നമ്മുടെ സ്റ്റെപ്പ് ഒരു ലെവൽ കൂടെ മുകളിലേക്ക് ചവിട്ടുവാനായിട്ട് തയ്യാറാകണം. നെഹമ്യാവ് അവിടെ അതാണ് ചെയ്യുന്നത്. 4-ാമത്തെ വചനത്തിൻ്റെ തൊട്ടടുത്ത ഭാഗം, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ. പ്രിയരെ, നമുക്ക് സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. നമ്മെ കാണുന്ന, കണ്ണുകൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവം നമുക്ക് ഇന്നും അവൈലബിളാണ്. കരഞ്ഞും വിലപിച്ചും കൊണ്ടിരിക്കുന്നതിനേക്കാൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത് ഈ കരച്ചിൽ ഒരു സ്റ്റെപ്പ് മുകളിൽ പ്രാർത്ഥനയായിട്ട് മാറ്റപ്പെടണം. ദൈവത്തിനോട് ഹൃദയം തുറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കയറുക. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കയില്ല എന്ന് ഈ സംഭവം നമുക്ക് ഉറപ്പ് തരികയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ട ഈ പണിക്ക് കാരണമായ ദൈവസന്നിധിയിൽ താൻ കഴിച്ച പ്രാർത്ഥനയുടെ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഈ വചനത്തിൻ്റെ ഭാഗത്തിലൂടെ, ഈ വചനഭാഗത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതേ അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം മുതൽ 11-ാമത്തെ വചനം വരെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പ്രാർത്ഥനാ വാചകങ്ങളിൽ ഒന്നാമതായി താൻ ചെയ്യുന്ന കാര്യം, പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ സ്വരങ്ങൾ താൻ ഉയർത്തുകയാണ്. വിജയകരമായ ഒരു പ്രാർത്ഥനാ ജീവിതം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രാരംഭമായി ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ ശബ്ദങ്ങളായിരിക്കണം. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ ഈ അധ്യായം പൂർണ്ണമായിട്ട് വായിക്കുവാൻ ദൈവമക്കളോട് ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ചുരുങ്ങിയ സമയമായതുകൊണ്ട് അതിൻ്റെ ചില പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷനുകൾ മാത്രമാണ് വായിക്കുവാനായിട്ട് കഴിയുക. അപ്പോൾ ഒന്നാമതായി നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ, വിജയകരമായ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയുടെ പ്രാരംഭം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു. ഇതേ അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പത്തെ താൻ അവിടെ വർണ്ണിക്കുകയാണ്.
തന്നെ ആരാധിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് ശക്തിയുള്ള ദൈവമേ എന്ന് പറഞ്ഞ് താൻ തുടങ്ങുകയാണ്. നമുക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതുപോലുള്ള വാചകങ്ങൾ പറയുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക, ഹൃദയം തുറന്ന് ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്പോൾ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദങ്ങൾ പറയുമ്പോൾ ആ മതിലും, തകർന്നു കിടക്കുന്ന മതിലും, ഉടഞ്ഞു കിടക്കുന്ന സകലതും, അങ്ങനെയുള്ള ചിത്രങ്ങളല്ല തൻ്റെ മനസ്സിൽ വരുന്നത്. ഉടനെ തൻ്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് വലിയൊരു ദൈവത്തെ താൻ കാണുകയാണ്. പ്രശ്നങ്ങളെയൊക്കെ ചെറുതായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ താൻ വർണ്ണിക്കുവാനായിട്ട് തുടങ്ങും. ദൈവത്തെ താൻ തൻ്റെ ശബ്ദങ്ങളിലൂടെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 6-ാമത്തെയും 7-ാമത്തെയും വചനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരം പറയട്ടെ: തൻ്റെ ജീവിതത്തിലെ കുറവുകളെ താൻ ഏറ്റുപറഞ്ഞു. എപ്പോഴാണോ നാം ദൈവസന്നിധിയിൽ ചെന്നിരിക്കുന്നത്, ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കറക്ഷനായിട്ട് ദൈവം പറയാറുണ്ട്. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. മകനെ, ഈ ചെയ്യുന്നത് ശരിയല്ല, ഇതിൽ നിനക്കൊരു മാനസാന്തരം ആവശ്യമാണ്, ഈ കാര്യങ്ങൾ നീ വേണ്ട എന്ന് വയ്ക്കുക, ഈ കാര്യങ്ങൾ പാടെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ദൈവം ചില കറക്ഷനുകൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അതൊരിക്കലും നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുവാനായിട്ടല്ല, നമ്മെ കുറ്റപ്പെടുത്തുവാനായിട്ടല്ല, നമ്മെ കുറ്റം ചാർത്തുവാനായിട്ടല്ല, പിന്നെയോ ആ പാപത്തിൽ നിന്ന് നാം രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ചില കുറവുകൾ ദൈവം ചൂണ്ടിക്കാട്ടിത്തരും. ആ ചൂണ്ടിക്കാട്ടുന്ന കുറവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് നാം തയ്യാറാക്കുക. അപ്പോൾ ഒന്നാമതായി ദൈവത്തെ സ്തുതിക്കുക, 2 കുറവുകൾ ഏറ്റുപറയുക. 6-ാമത്തെയും 7-ാമത്തെയും വചനം വായിച്ച് കേൾപ്പിക്കട്ടെ: നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നോക്കുക, ദൈവം വളരെ വ്യക്തമായിട്ട് നെഹമ്യാവിൻ്റെ മനസ്സിൽ ഉണർത്തിച്ചു കൊടുക്കുകയാണ്. എവിടെയാണ് നിൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അനർത്ഥം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ ദൈവാലോചനയായി കൊടുക്കുമ്പോൾ അത് ഏറ്റുപറയുവാൻ നെഹമ്യാവ് അവിടെ തയ്യാറാകുകയാണ്. 3-ാമതായി അതിൻ്റെ 9-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നെഹമ്യാവ് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തെയും ഉരുവിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വിജയകരമായ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ കാര്യം, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവം കേൾപ്പിച്ച ദൈവാലോചനകൾ ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. മോശയോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ പാപം ചെയ്ത് പല സ്ഥലങ്ങളിലായി ചിന്നിച്ചിതറി പാർക്കുന്ന ജനത്തിന് മടങ്ങി വരുവാനായിട്ട് ദൈവം നൽകിയ ഒരു ആലോചന, മോശയോട് ദൈവം നൽകിയിരുന്ന ഒരു ആലോചനയെ ഇവിടെ നെഹമ്യ ഉരുവിട്ട്, ആ വചനത്തെ, ആ തിരുവെഴുത്തിനെ ഉരുവിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിലും ദൈവം നൽകിയ ആലോചനകൾ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവം നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ടല്ലോ, അത് ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയുടെ 3-ാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് തയ്യാറാകാം. 4-ാമതായി ഏറ്റവും പ്രധാനമായിട്ട് അവിടെയാണ് നമ്മുടെ വിഷയത്തെ, നമ്മുടെ മനസ്സ് കലങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തെ ദൈവ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വചനം 11-ാമത്തെ വചനം: കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഏറ്റവും ഒടുവിലെ 2 വാചകങ്ങളിൽ മാത്രമായിട്ട് നെഹമ്യാവ് തൻ്റെ ആവശ്യത്തെ, തൻ്റെ വിഷയത്തെ അറിയിക്കുകയാണ്. പലപ്പോഴും നാം ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്കായി ചെന്നിരിക്കുന്ന ഉടനെ തന്നെ നമ്മുടെ വിഷയത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെടുന്നത് കൊണ്ട്
നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ ഒന്ന് മാറട്ടെ. ദൈവത്തെ അധികം സ്തുതിക്കുവാനായിട്ട്, പ്രശ്നത്തെ മറന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാകുക. രണ്ടാമതായി നാം മനസ്സിലാക്കി, ദൈവം ഓർപ്പിക്കുന്ന കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകുക. 3, വചനങ്ങളും വാഗ്ദത്തങ്ങളും ഉരുവിട്ട്, ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളും വചനങ്ങളും ഒക്കെ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. 4, ഇത്രയും കഴിയുമ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയെ ഏറ്റെടുത്ത് കഴിയും. നമ്മുടെ പ്രാർത്ഥനകൾ മറ്റൊരു തലത്തിലേക്ക്, അന്യഭാഷയിലുള്ള പ്രാർത്ഥനയായി ഇതിനോടകം തന്നെ മാറ്റപ്പെട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വിഷയത്തെ ആ ആത്മസാന്നിധ്യത്തിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ, നല്ല ഒഴുക്കുള്ള ഒരു നദിയിൽ ഒരു ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ നദിയിലെ വെള്ളത്തോടൊപ്പം, ആ ഒഴുക്കിനോടൊപ്പം ആ എത്ര വലിയ ഭാരമാണെങ്കിലും ഒഴുകിപ്പോകുമെന്നുള്ളതുപോലെ നമ്മുടെ ഭാരങ്ങൾ ഈ ആത്മനദിയിൽ ഒഴുകിപ്പോകും. നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തരുന്ന ദൈവത്തിൻ്റെ കരം അതിന്മേൽ പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. കരച്ചിലിൻ്റെ അവസ്ഥകൾ മാറി അത് പ്രാർത്ഥന എന്നുള്ള അടുത്ത തലത്തിലേക്ക് ഉയരുവാനായിട്ട് പോവുകയാണ്. തുടർന്നുള്ള 5 അധ്യായങ്ങളിൽ നാം കാണുന്നത് ദൈവം നെഹമ്യാവിന് വേണ്ടി തുറക്കുന്ന അത്ഭുതത്തിൻ്റെ വഴികളാണ്. പല പ്രതിസന്ധികൾ വന്നു, പല പ്രതികൂലങ്ങൾ വന്നു. പക്ഷേ 52 ദിവസം കൊണ്ട് തകർന്നുപോയ സ്വപ്നങ്ങൾ, തകർന്നുപോയ പ്രതീക്ഷകൾ, അതിനെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം നെഹമ്യാവിനെ സഹായിച്ചെങ്കിൽ ഇന്ന് പകലിൽ നമ്മയും ദൈവം ഇതുപോലെ സഹായിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. ദൈവം ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ അത് ഒരുപാട് പേർക്ക് അനുഗ്രഹമാകും എന്ന് ഞാൻ കരുതുന്നു. ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവം ഒരു വഴി തുറക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.